hallelujah, hallelujah. നിസ്സീമമാം നിൻ സ്നേഹത്തെ പ്രകാശിപ്പിക്കും ക്രൂശിനെ ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ അധീനനാ നിസ്സീമമാ നിൻ സ്നേഹത്തെ പ്രകാശിപ്പിക്കും ക്രൂശിനെ ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ അധീനനാ. ഫിലിപ്പിയ സഭയിലെ ദൈവജനത്തിന് പ്രശംസിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. The church in Philippi, the people had many things to boast about. എന്നാൽ പൗലോസിനെ പ്രശംസിക്കാൻ ക്രിസ്തുവും അവന്റെ ക്രൂശും മാത്രമാണ്. But for Paul, there was only one thing that he could be boastful about, that was Christ and his cross. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് പ്രശംസിക്കാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ. And for the children who are saved, they only have one place to boast about. അത് യേശുവിന്റെ ക്രൂശ് മാത്രമാണ്. That would be the cross of Jesus Christ. നിൻ ക്രൂശിൽ ഞാൻ നിരന്തരം പ്രശംസിച്ചിടും രക്ഷക മറ്റൊന്നിലും എൻ മാനസം മഹത്വമാ ഗ്രഹിക്കും. ചേർന്ന് പറഞ്ഞ നിൻ ക്രൂശിൽ ഞാൻ നിരന്തരം പ്രശംസിച്ചിടും രക്ഷക മറ്റൊന്നിലും എൻ മാനസം മഹത്വമാ ഗ്രഹിക്കും. ഈ ഭൂമിയിൽ നിക്ഷേപമായി ഞാൻ എണ്ണി വന്ന സർവവും ഗണിച്ചിടുന്നു നഷ്ടമായി ഈ ദർശനം മുഖാന്തരം. ഈ ഭൂമിയിൽ നിക്ഷേപമായി നിക്ഷേപമായി ഞാൻ എണ്ണി വന്ന സർവ്വസാധനങ്ങളും സർവവും ഗണിച്ചിടുന്നു നഷ്ടമായി. യേശുവിന്റെ ദർശനം, ക്രൂശിന്റെ ദർശനം നിസ്സീമമാ നിൻ സ്നേഹത്തെ പ്രകാശിപ്പിക്കും ക്രൂശിനെ ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ അധീനനാ നിസ്സീമമാ നിൻ സ്നേഹത്തെ പ്രകാശിപ്പിക്കും. Let us meditate His sacrificial love. ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ അധീനനാ. പ്രിയമുള്ളവരെ, നിങ്ങളെ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. We greet you all once again. കർത്താവിന്റെ തിരുമേശയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. We are coming to the Lord's table. വളരെ ബഹുമാനത്തോടും ഭക്തിയോടും കർത്താവിനുള്ള സ്നേഹത്തോടും ഈ തിരുമേശയിലേക്ക് ഭാഗവാക്കാകാം. With much reverence and with a deep love to Jesus, let us come closer to the Lord's table. ഒരു 10 മിനിറ്റ് നിങ്ങൾ എല്ലാവരും കണ്ണുകൾ തുറന്ന് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാനായി പരിശ്രമിക്കുമോ? I request your attention for the next 10 minutes, if you would please pay close attention to me. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് ഈ തിരുമേശ സ്ഥാപിച്ചത്.
This Lord's table was established by our Lord Jesus Christ. എന്നാൽ അതിൻ്റെ നിബന്ധനകൾ, മാനറുകൾ, രീതികൾ നമുക്ക് ഉപദേശപരമായി നൽകിയത് പൗലോസ് എന്ന ശ്ലീഹയാണ്. But the manners to observe it was given to us through Apostle Paul. താൻ പറയുന്ന ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. And let me tell you a couple of statements that Paul taught us. എൻ്റെ ഈ 10 മിനിറ്റ് സന്ദേശ തലവാചകം വെൻ യു കം ടുഗദർ എന്ന പദമാണ്. You know, the title for my the short sermon today is when you come together. നിങ്ങൾ കൂടി വരുമ്പോൾ എന്ന പദം പല പ്രാവശ്യം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. And if you read 1 Corinthians chapter 11, this word when you come together is mentioned several times. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ ഈ തിരുമേശ എടുക്കണമെന്ന് അല്ലെങ്കിൽ അത് പ്രാപിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. And Bible does not say every time you come together, you have to be part of it. എന്നാൽ അവർ 1-ാം നൂറ്റാണ്ട് വിശുദ്ധന്മാർ തിരുമേശയ്ക്ക് വേണ്ടി കൂടി വരുമായിരുന്നു. But the saints of the first century, they always used to come together for the Lord's table. എന്നാൽ കൂടി വരുമ്പോഴെല്ലാം ഇതെടുക്കണമെന്ന് നിബന്ധനകളില്ല. But you don't have to do this every time you come together. മൺഡേ വന്നു, ട്യൂസ്ഡേ വന്നു, തേഴ്സ്ഡേ വന്നു, ഫ്രൈഡേ വന്നു, എപ്പോഴും വന്നാൽ തിരുമേശ എടുക്കണം, അങ്ങനെ അല്ല അതിനകത്തുള്ളത്. So the word does not really mean that if you come Monday or Tuesday, Wednesday or Thursday, every day you come you should do this. This is not what is mentioned in that word. എന്നാൽ അവർ ആഴ്ചവട്ടത്തിന് 1-ാം നാളിൽ അതിനു വേണ്ടി മാത്രം കൂടി വരുമായിരുന്നു. But the first century saints, they used to come together on the first day of the week only to observe this. കൊരിന്ത്യ സഭയുടെ വിഷയം ഒരു ഡിവൈഡഡ്, പ്രശ്നങ്ങൾ നിറഞ്ഞൊരു സഭയായിരുന്നു. എന്നെ കണ്ണു തുറന്ന് കേട്ടെ, പ്രശ്നങ്ങൾ നിറഞ്ഞ സഭയായിരുന്നു. No, the church in Corinth had many problems. There were so many problems going on in the church in Corinth. അവരെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ന്റെ 17 മുതൽ 33 വാക്യങ്ങൾ പഠിപ്പിക്കുന്നത്. 1 Corinthians chapter 11 verses 17 through 33, Paul is addressing the church with a lot of issues. 4 പ്രാവശ്യം ഈ വാക്യം നിങ്ങൾക്ക് ആ 10-12 വാക്യങ്ങളിൽ കാണാൻ കഴിയും. And you can see this when you come together phrase several times, at least 4 times in that couple of verses. 3 പ്രാവശ്യം അവരെ ചില കാര്യങ്ങൾ വാർണിംഗ് ചെയ്യുകയാണ്. And 3 times Paul is using that phrase to warn them. 17-ാമത്തെ വാക്യമാണ്. The first one is verse 17. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? What do we read in verse 17 in 1 Gather Corinthians? for better, not worse എന്നൊരു പദം കൊടുത്തിട്ടുണ്ട്. Number 1, Paul says when you come together, you should gather for the better, not for the worse. ഒന്നാമത്തെ എന്താണ്? നിങ്ങൾ കൂടി വരുമ്പോൾ ദൈവമായുള്ള ബന്ധം, മനുഷ്യനുമായുള്ള ബന്ധം ബെറ്ററിലേക്ക് വരണം. So Paul is telling them when you come together, you don't come together that your relationship gets worse, but you should come together that your relationship will be better. റെവറൻസ് മാറ്റേഴ്സ് ആണ്. അത് ദൈവത്തോടുള്ള ഭക്തി, ബഹുമാനത്തിന്റെ കാര്യമാണത്. So it is mentioning about reverence to the ഒരു Lord. പ്രാവശ്യം ഈ തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ how is your relationship with God and your neighbor, നിങ്ങളുടെ co-believer, നിങ്ങളുമായുള്ള വിശ്വാസികളുമായുള്ള ബന്ധം ബെറ്ററായി വരികയാണോ വേഴ്സായി വരികയാണോ? Think about that. So we have to think about whether our relationship to the Lord and to our fellow believers, is it getting better or getting worse as we come together. Verse 18, രണ്ടാമത്തേത്. In verse 18, അവിടെ കാണുന്നത് gather for unity, not the division. so Paul is telling them, when you come together, you are coming for division, not for unity. By that, he is reminding us that when you come together, you should rather come together for unity, not for division. അവിടെ യൂണിറ്റി മാറ്റേഴ്സ് ആണ്. So he is, telling about the importance of unity. Unity തിരുമേശയുടെ matters. അടുക്കലേക്ക് നിങ്ങൾ വരുമ്പോൾ, നമ്മൾ വരുമ്പോൾ, And when we come closer to the Lord's table, ഡിവിഷൻ വർദ്ധിക്കുകയാണെങ്കിൽ തിരുമേശയിൽ യഥാർത്ഥമായ രീതിയിലല്ല നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. if for division, like getting worse when we come together, that is not the right way when we have to come to the Lord's table. ദൈവവുമായി ചേർന്നു പോകാത്ത ഏതെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? Are there any things that does not go along with the characters of the Lord? co-believersമായി ചേർന്നു പോകാത്ത ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ? Anything that does not get along with our brothers? നമ്മുടെ കുടുംബ ജീവിതത്തിൽ ചേർന്നു പോകാത്ത വിഷയങ്ങളുണ്ടോ? In our family life, anything that needs to change? ഇന്ന് പകൽ തിരുമേശയുടെ മുമ്പിൽ പറയണം, കർത്താവേ, ഇതൊരു യൂണിറ്റി മാറ്റേഴ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നു.
So like when we come to the Lord's table, Lord, I understand that, our unity matters. മൂന്നാമത്തത് The third one is, ഇംഗ്ലീഷിൽ 20 മലയാളത്തിൽ 19 20ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്. in verse 20 in Malayalam and in 19 in English, it says like this. ഇത് ദൈവത്തിന്റെ മേശ ആണെന്ന ബോധത്തിൽ നിങ്ങൾ കൂടി വരണം. When we come together, we have to come closer by understanding that this is the Lord's table. Not to simply eat. എന്തോ കഴിക്കാൻ കൂടുന്നു എന്ന ചിന്തയിൽ വരരുത്. So Paul is warning that church that when you come together, you don't ചേർന്ന് come here പറഞ്ഞാട്ട് just to eat something, but for the Lord's table. ചേർന്ന് പറഞ്ഞാട്ട് ദൈവത്തിന്റെയാന്ന് പറഞ്ഞാട്ട് So ദൈവത്തിന്റെയാന്ന് this പറഞ്ഞാട്ട് belongs to the Lord. കേട്സ് പറഞ്ഞാട്ട് ദൈവത്തിന്റെയാന്ന് പറഞ്ഞാട്ട് So this table belongs to the Lord. ദൈവത്തിന്റെ ടേബിൾ ആണ്. So this is the Lord's table. അപ്പോൾ അവിടെ ഒരു ലവ് മാറ്റേഴ്സ് ഉണ്ട്, സ്നേഹത്തിന്റെ കാര്യമുണ്ട്. So there we understand that our love matters. എന്നാൽ നാലാമത്തെ പ്രാവശ്യം ഈ വേർഡ് അല്ലെങ്കിൽ when you come together എന്ന വേർഡ് കാണുന്നത് ഏറ്റവും അവസാന വാക്യത്തിലാണ്, 33ാമത്തെ വാക്യത്തിലാണ്. The fourth time that we see this word, the phrase when you come together, it's in verse 33. അത് നിങ്ങൾ ഈ മൂന്ന് കാര്യം ചിന്തിക്കുക. നാലാമത്തെ ഞാൻ പറഞ്ഞു വിടുകയാണ്. Now fourth one I don't want to explain, I will simply mention. എന്താ 33ാമത്തെ വാക്യം ഒരാൾ വായിക്കാമോ? Can someone read verse 33? ഉറക്കെ വായിച്ചാട്ട്. ആകയാൽ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കൂടുമ്പോൾ വെയിറ്റ് ഫോർ അതേഴ്സ്. ദിസ് ഈസ് എ കൺസിഡറേഷൻ പാർട്ടാണ്. ഒരു മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് പറയുകയാണ്. So Paul is reminding the people, the brethren there, that when you come together to eat, you have to consider one another or wait for one another. ഇത് എൻ്റെ വിശ്വാസികൾക്ക് അറിയാം, ഞാൻ പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. So I have taught you this here before and you are very aware of this portion. ഫുഡ് സംബന്ധമായ വിഷയത്തെ കൈകാര്യം ചെയ്യാണ് പരിശുദ്ധാത്മാവും പൗലോസും. So along with Paul and Holy Spirit, they are like dealing with some food matters. അവർ ബിരിയാണി കൊണ്ടുവന്നു, കുറേ പേര് ബിരിയാണി കൊണ്ടുവന്നു. So some people brought biryani. ചിലർ കഞ്ഞിയും കൊണ്ടുവന്നു. Some people brought kanji. പല ടൈപ്പ് സമൂഹത്തിൽ പല തുറയിലുള്ള മനുഷ്യർ ഒന്നിച്ച് ആരാധനയ്ക്ക് പങ്കെടുക്കുകയാണ്. So like people from multicultural or people from different areas of life were worshiping together. കുറച്ചു പേര് അവരുടേതായ ഗ്യാങ്ങിൽപ്പെട്ട് അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, വീട്ടിൽ പോകുന്നു. But some people are eating biryani together and they go home. എന്നാൽ സമൂഹത്തിൽ തുറയിൽ സാധാരണക്കാര മനുഷ്യരെ അവർ കൺസിഡർ ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. Some people were not considering others who were not from the same social level. അവർ കൊണ്ടുവരുന്ന ഭക്ഷണം അവർ തന്നെ കഴിക്കുന്നു, എന്നിട്ട് തിരുമേശയും ഭാഗവാക്കായി അവർ വീട്ടിൽ പോകുന്നു. Whatever good food that they bring, they eat with only their friends and they go home. They don't care about what others are eating and they don't care about it. അവരോട് പറയാൻ ഉപദേശമുണ്ട്. Paul had something to tell them. വീട്ടിൽ താങ്കൾക്ക് അങ്ങനെ ആകാം, തന്റെ വീട്ടിൽ കഴിക്കണമെങ്കിൽ അങ്ങനെ പോയി കഴിക്കാം. At home it's okay to do that. When you come to the church, ഒരു ഫെലോഷിപ്പിൽ വരുമ്പോൾ, but when we come together, Paul wait says, for others. He is telling that we have to wait for others. Consideration എന്ന ഒരു പദം നമ്മുടെ ഒരു മാറ്റേഴ്സായി മാറണം. So like we have to bring in our mind that we have to be considerative of each other. ഞാൻ ഈ കർത്താവിന്റെ മേശയുടെ ഭാഗം പറയുമ്പോൾ 5 പ്രധാനപ്പെട്ട കാര്യം പറയാറുണ്ട് ഇവിടെ. I usually remind you of 5 different things when I minister in the Lord's table. ഒന്ന്, കർത്താവിന്റെ മേശ എന്ന സമയം എന്ന് പറയുന്നത്, the Lord's table is, the Lord's supper time is a commemoration or remembrance, ഒരു ഓർമ്മ, അനുസ്മരണത്തിന്റെ സമയമായിരുന്നു. It's a time of commemoration or remembering the Lord. നിങ്ങൾക്കറിയാം, അത് നമ്മൾ പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞ് വിശദീകരിക്കും. And I'll explain it further after 2 minutes. രണ്ടാമത്തേത്, number 2, ഈ സമയം ഒരു പ്രൊക്ലമേഷന്റെ സമയമാണ്. and it's a time that we proclaim certain things. 26ാമത്തെ വാക്യത്തിൽ കാണാം അത്. In verse 26 you can see. നമ്മൾ എന്താ പ്രൊക്ലെയിം ചെയ്യുന്നത്? What is it that we proclaim today? മക്കളെ, കർത്തൃമേശ എടുക്കുമ്പോൾ what you proclaim, നീ എന്താ പ്രൊക്ലെയിം ചെയ്യുന്നത്? So when you come to the Lord's table, children, what is it that you are proclaiming? താങ്കൾ എന്താ പ്രൊക്ലെയിം ചെയ്യുന്നത്? So what is it that you proclaim? ജെസിമാമ എന്താ പ്രൊക്ലെയിം ചെയ്യുന്നത്? What do we proclaim? എന്താണ് താങ്കൾ ഇത് എടുക്കാൻ വരുമ്പോൾ എന്താ പ്രൊക്ലെയിം ചെയ്യുന്നത്? His Death. death. We proclaim the death of Jesus Christ. Number 1,
Number one. യേശു ജെസിമാമയ്ക്ക് വേണ്ടി മരിച്ചു. Number one, we remember that Jesus died for me. ഞാൻ പറയുന്നു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രൊക്ലെയിം ചെയ്യുകയാണ്. And number two, that we proclaim in front of രണ്ട്, everyone that. എനിക്ക് പ്രൊക്ലെയിം ചെയ്യാൻ സകല മാനവരാശിയോടും നമുക്കൊരു സന്ദേശമുണ്ട്. Number two, we have a message to the whole world. He died for you. നിങ്ങൾക്ക് വേണ്ടി, താങ്കൾക്ക് വേണ്ടി യേശു മരിച്ചു. Now this is what we proclaim to the world, that Jesus not only died for me but for you as well. Hallelujah. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ക്രൂശിനെ നോക്കി സ്തോത്രം ചെയ്യാൻ കഴിയുന്നെങ്കിൽ കരമുയർത്തി എന്റെ കൂടെ ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. എനിക്ക് പ്രൊക്ലെയിം ചെയ്യാൻ ഒരു മാറ്ററുണ്ട്, ഒരു സന്ദേശമുണ്ട്. He died for me. Now this is the proclamation that we declare to the world, that Jesus Christ died for me and you. മൂന്നാമത്തേത്, Number three, ഒരു എക്സാമിനേഷന്റെ കാര്യം ഇവിടെ പറയുകയാണ്. this is a time of examination. എന്താ എക്സാം ചെയ്യേണ്ടെന്നേ? What do we examine here? ഞാൻ ഇവിടെ വന്നപ്പം എൻ്റെ റിലേഷൻഷിപ്പ് ബെറ്ററായി വരുന്നു, വേഴ്സായി പോകുന്നു. What we have to examine is that, as I come closer to the table, is my relationship is getting better or is it getting worse? എന്താ എക്സാം ചെയ്യേണ്ടെന്നേ? What do we need to examine? ഡിവിഷൻ കൂടി വരുന്നു, യൂണിറ്റി കൂടി വരുന്നു. Is my division or divisive mind is growing or my unity is growing? എന്താ എക്സാം ചെയ്യേണ്ടെന്നേ? What are we examining? ഈ ലോർഡ് സ്റ്റെപ്പ് ദൈവത്തിൻ്റെതാണെന്നുള്ള റെവറൻസ്, സ്നേഹം എൻ്റെ ഹൃദയങ്ങളിൽ വർദ്ധിച്ചു വരുന്നു. Am I having the reverence and love towards the Lord or not? സ്തോത്രം. Amen. സ്തോത്രം. നാലാമത്തെ കാര്യം നിങ്ങൾ നോക്കൂ. The fourth thing is, അവിടെ ഞാൻ പറഞ്ഞാണ് ഇതിലേക്ക് പ്രവേശിച്ചത്. and I already explained about, it's The a time Lord's of Supper consideration. is a time of consideration. കൺസിഡർ ചെയ്യണം. We have to consider one another. രാവിലത്തെ ബൈബിൾ സ്റ്റഡി കേൾക്കാൻ പറ്റാത്തവർ ബൈബിൾ സ്റ്റഡി കേൾക്കണം. പാസ്റ്റർ ഡീൻ ഇവിടെ ഇല്ല, ജോലിക്ക് പോയി. പാസ്റ്റർ ഡീൻ ഇന്ന് രാവിലെ ബൈബിൾ സ്റ്റഡി എടുത്തു. ഞാൻ ഇന്നലെ കാല് പിടിച്ച് പറഞ്ഞു, എല്ലാവരോടും തർജ്ജമ ചെയ്യണ്ട, കാല് പിടിച്ച് പറഞ്ഞു ബൈബിൾ സ്റ്റഡിക്ക് വരണം. ദൈവത്തിൻ്റെ വചനം ശക്തമായി അങ്ങയുടെ ദാസൻ ഇവിടെ പ്രൊക്ലെയിം ചെയ്ത് ഞാൻ കേൾക്കാനിടയായി. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഞാൻ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. So this is what we heard this morning. I am a property of the Lord. Am I right or wrong? അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന യേശുവിനെ സ്വീകരിച്ച എൻ്റെ മിനി ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. And if I am a property of the Lord, my brother or sister who is standing next to me is also the property of the Lord. ഞങ്ങൾ രണ്ടുപേരുടെയും ഓണർ ഒന്നാണ്. So we both belong to the same honor. എൻ്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ ദോഷം ചെയ്യുന്ന ഒരു കാര്യം ചെയ്താൽ ദൈവത്തോടാണ് എൻ്റെ പാപം പോകുന്നത്. And if I do something wrong to the person next to me, I am being a debtor to my Lord. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓണർ ഒന്നാണ്. Our honor is the same. കണക്ക് കൊടുക്കണം ഞങ്ങൾ രണ്ടുപേരും ഒരാളോടാണ്. We have to be accountable to the same എൻ്റെ person. അടുത്തിരിക്കുന്ന വ്യക്തിയെ എനിക്ക് സ്നേഹിപ്പാൻ കൺസിഡർ ചെയ്യാൻ കഴിയണം. അതാണ് തിരുമേശ നമ്മൾ പഠിപ്പിക്കുന്നത്. And this table also reminds us that you have to consider your own brother. കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നാമത് കൺസിഡർ ചെയ്യേണ്ടത് അറിയാമോ? The first thing that you have to consider You are is, my sister and brother. എൻ്റെ സഹോദരിയാണ് നീ, സഹോദരനാണ് this നീ. is my sister or my brother. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറഞ്ഞു കത്രമേശ Can എടുക്കുന്നത് you കരം shake കൊടുത്ത് your hands, shake the hands കരം of കൊടുത്ത് the പറഞ്ഞേ, person next You are to us. my brother, you are my sister. brother or you are my sister. ഇത് യേശുവിന്റെ സ്നേഹമാണ്. കരം കൊടുത്ത് പറഞ്ഞാട്ട് That is the love of Christ. യേശുവിന്റെ അധികാരമുള്ളത് സ്നേഹത്തിന്റെ ആത്മാവിന്റെ ഒരു സാന്നിധ്യത്തിനകത്ത് വെളിപ്പെടട്ടെ. ഐക്യതയുടെ ആത്മാവിന്റെ സാന്നിധ്യത്തിനകത്ത് വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ ഒരു ആത്മ സാന്നിധ്യത്തിനകത്ത് വെളിപ്പെട്ടെ. പറഞ്ഞേ ഇംഗ്ലീഷിൽ പറഞ്ഞേ, കർത്താവിന്റെ സാന്നിധ്യത്തിനകത്ത് വെളിപ്പെടട്ടെ. ഐക്യതയുടെ സാന്നിധ്യത്തിനകത്ത് വെളിപ്പെടട്ടെ. എല്ലാവരും നാമത്തോട് സ്വന്തം പറഞ്ഞാട്ട് നമുക്ക് ഇന്ന് പകൽക്കാലം ഇത് ബെറ്റർ അല്ല, ഇത് ബെറ്റർ അല്ല, വേഴ്സിനാ വരുന്നതെങ്കിൽ വേഴ്സസ് മാറി ബെറ്ററിലേക്ക് വരാൻ പരിശുദ്ധം ആഗ്രഹിക്കുകയാണ്. ഒന്ന് എൻ്റെ സഹോദരനാണ് അടുത്ത് നിൽക്കുന്നത് എന്നുള്ള കൺസിഡറേഷൻ. So we have to consider it is my brother who is next to me. ഒരപ്പത്തിന്റെ അംശികളാണ് ഞങ്ങൾ തമ്മിൽ എന്നൊരു We are കൺസിഡറേഷൻ. the partakers of the same bread. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ആഹ്വാനം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. And we are given a exhortation today that wait for others' joy. ഒന്നും കൂടെ പറഞ്ഞ് എന്നെ അവസാനിപ്പിക്കട്ടെ. No, one more thing and let me conclude. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന the Lord's Supper is a time of Anticipation. we have a blessed anticipation. The child of God has a blessed anticipation and a hope. എന്ത് പറഞ്ഞ പാസ്റ്റർ സാംറ്റി ഇവിടെ
മെസ്സേജ് അവസാനിപ്പിച്ചത്. And as Pastor Samdi was concluding, he said something here. 1 കൊരിന്ത്യർ 11:26 ഇങ്ങനെയാ പറയുന്നത്. In 1 Corinthians chapter 11 verse 26 says, Until he comes, അവൻ വരുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഞാൻ നടത്താൻ കാണത്തില്ല കേട്ടോ. So it says, until he comes, you have to do this, and we won't be here to do this after the Lord returns. അങ്ങനെയെങ്കിൽ ഇന്ന് എൻ്റെ യേശു വന്നിട്ടില്ല ഇതുവരെ. We know that our Jesus has not returned. സ്നേഹിതരെ, നമ്മൾ യേശുവിന്റെ വരവിനെ പ്രതീക്ഷിക്കുകയാണ്. We are waiting with a high anticipation that our Lord is coming soon. പാവപ്പെട്ടവനായ ഞാൻ പ്രാർത്ഥിച്ച് ഈ അപ്പം നിങ്ങൾക്ക് നൽകുമ്പോൾ, just an ordinary man like me, as we pray and bless this and give it to you, എൻ്റെ പ്രതീക്ഷ എന്താണെന്നറിയാമോ? what is my anticipation? ഇന്ന് രാത്രി അല്ല നാളെ, maybe tomorrow, maybe next month, next week, maybe today, maybe tomorrow, maybe next month, next week. എൻ്റെ യേശുവിന്റെ തിരുക്കരം കൊണ്ട് എനിക്കൊരു പന്തി ഭോജനം. Oh, we will have, like another communion with our Lord Jesus Christ. ദൈവമക്കളെത്തുണ്ടെങ്കിൽ ദൈവത്തിന് ഒന്ന് മഹത്വം കൊടുക്കാൻ കഴിയട്ടെ. അവന്റെ കരം കൊണ്ട് എനിക്കൊരു പന്തി ഭോജനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരം തട്ടി ഒന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കുക. കരം തട്ടി ഒന്ന് കർത്താവിനെ ആരാധിക്കുക. കരം തട്ടി ഒന്ന് കർത്താവിനെ ആരാധിക്കുക. Let us clap your hands and worship him. We have a blessed hope that we will be in the communion with Jesus Christ, maybe tonight, maybe tomorrow, or maybe in the next coming days. കർത്താവിന്റെ മേശ എടുക്കാനായിട്ട് ഒരുങ്ങി താല്പര്യത്തോടെ വന്ന പ്രിയപ്പെട്ടവർ എൻ്റെ കൂടെ ചില മിനിറ്റുകൾ എഴുതി നിൽക്കാം. Those who have prepared, to be part of the table, would you please stand up along with me? എൽഡേഴ്സ് ആയിട്ടുള്ള പ്രിയപ്പെട്ടവർ ജോസ് ചാൻ, ബേബിക്കുട്ടി ചാൻ, തിരുമേശ ശുശ്രൂഷയ്ക്കായി എന്നെ സഹായിപ്പാനായിട്ട് ടേബിളിൻ്റെ ഇടത്തും വലത്ത് നിൽക്കാനായിട്ട് ഓർപ്പിക്കുന്നു. താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ കർത്താവിൻ്റെ മേശയുടെ സമയം ഒരു അനുസ്മരണത്തിൻ്റെ സമയമാണെന്ന് നിങ്ങളോട് പറഞ്ഞു. And as I reminded you, it's a time of commemoration. എന്താണ് ഓർക്കാനായിട്ട് നമുക്കുള്ളത്? Now what is it that we are remembering? ഇവിടെ പ്രസ്താവിക്കപ്പെട്ടു സ്വർഗീയ സിറ്റിസൺഷിപ്പ് പ്രാപിക്കാനായിട്ട് നമ്മളൊരു വിലയും കൊടുത്തില്ല എന്ന് ഇവിടെ പ്രസ്താവിക്കപ്പെടാനിടയായി. And we heard that we didn't have to pay any price. പക്ഷേ യേശു ആ പ്രൈസ് കൊടുത്തു എന്നും പ്രസ്താവിക്കപ്പെട്ടു. But also we heard that it was not like a valueless. Jesus paid a big price for us. കർത്താവ് എന്ത് പ്രൈസാണ് നമുക്ക് വേണ്ടി കൊടുത്തത്? What kind of price did Jesus pay for us? ഒന്ന്, ഈ സ്നേഹം വർദ്ധിക്കാൻ നമുക്ക് കാരണമാകണമെങ്കിൽ ഒന്ന് നാം എവിടെയായിരുന്നു, നമ്മുടെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. Number one, we have to realize who we were and where we were. ആ സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്തെങ്കിൽ, യേശുവിനെ അറിയാതെ പോയിരുന്നെങ്കിൽ നമ്മൾ എവിടെ എത്തുമായിരുന്നു എന്നും നിങ്ങൾ തിരിച്ചറിയണം. If we continued in the life of sin, where would we have reached? That also you have to realize. ഇതിന്റെ ഇടയിൽ യേശുവിനെ മീറ്റ് ചെയ്തതാണ് നമ്മുടെ ജീവിതത്തിന്റെ മാറ്റത്തിന്റെ കാരണം. What changed our life is that we met with Jesus Christ in the middle. എന്താ യേശു നമ്മുടെ പാപത്തിന് പരിഹാരമായി ചെയ്തത്? Now what did Jesus do for the remedy of our sins? എനിക്ക് വചനങ്ങൾ വായിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I don't want to read from the Bible. അവൻ പാപമില്ലാത്തവനായിരുന്നു. He was a man without any sin. പക്ഷേ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ യാഗമായി But he became a sacrifice for our sins. നോക്കിക്കേ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ അർത്ഥപ്രാണനായി കിടക്കുന്ന ഇസ്രായേലിനെ നിങ്ങളുടെ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നേ. Can you please imagine about Jesus Christ half naked in the middle of two thieves? പിലാത്തോസിന്റെ അരമനയിൽ വെച്ച് അവനെ വിധിച്ചു. And he was judged by Pilate. ഒന്നു കുറകെ 40 അടികൾ അവന്റെ ശരീരത്തിൽ അവർ He അടിച്ചു. was beaten. തലയിൽ മുൾക്കിരീടം വെച്ചു. They placed a crown of thorn on him. വസ്ത്രം മാറ്റി രക്താംബരം ഉടുപ്പിച്ചു. And they gave him the purple clothes. ഇവിടെ രാവിലെ പ്രസ്താവിക്കപ്പെട്ടതുപോലെ യോസിഫസ് എന്ന് പറയുന്ന ഒരു ജാതീയ മനുഷ്യൻ എഴുതിയത് ഇങ്ങനെയാണ്. And Josephus the writer wrote like this. അവന്റെ വിലാപ്പുറം ഉടുപ്പിച്ചാല് പോലെ മുറിഞ്ഞു എന്ന് പറയുന്നു. And his body was pierced. ആ ഉടുപ്പിച്ചാലിൽ നിന്ന് ഒരു റിവർ പുറപ്പെട്ടു വരുന്നതായി സെക്കറിയ പ്രവചനത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. Just like a river, like a blood was coming from his body. ആ റിവറിൽ നിന്ന് വരുന്നതായ ആ രക്തം സകല മാനവരാശിയുടെ പാപത്തിന് പരിഹാരത്തിനാണെന്ന് പറയുന്നു. And that blood that is coming from his body was shed for the remission of sin of the whole world. എന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്നേഹത്തോടെ പറയട്ടെ. With much love, let me remind you. ഒരു നീതിമാനു വേണ്ടി മരിക്കുവാൻ ചിലപ്പോൾ ചിലർ തുനിഞ്ഞെന്ന് വരാം. Maybe some people might die for righteous one. ഒരു നല്ല മനുഷ്യന് വേണ്ടി
ചിലപ്പോൾ വേറൊരാൾ മരിച്ചെന്ന് വരാം. If there was a good man, maybe some people might substitute. റോമാലേഖനം 5-ാം അധ്യായത്തിലെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. No, this is what Romans chapter 5 says. എന്നാൽ പാപിക്ക് വേണ്ടി ആരാ മരിക്കുക? But who will die for a sinner? സമൂഹത്തിന് വേണ്ടാത്തവർക്ക് വേണ്ടി ആരാ മരിക്കുക? Who will die for an outcasted one? ശത്രുവിന് വേണ്ടി ആരാ മരിക്കുക? Who will die for his enemy? അധർമ്മിക്ക് വേണ്ടി ആരാ മരിക്കുക? Who will die for a sinner? അൺഗോഡ്ലി പേഴ്സൺ വേണ്ടി ആരാ മരിക്കുക? Who will die for ungodly? പക്ഷേ ഞാൻ പ്രസ്താവിക്കുന്ന എൻ്റെ യേശുവിന്റെ പ്രത്യേകത, അവൻ ശത്രുവിന് വേണ്ടി, പാപിക്ക് വേണ്ടി, അധർമ്മിക്ക് വേണ്ടി മരിച്ചവനാണ്. But Jesus Christ died for the sinner and the ungodly and outcasted one. ആ സ്നേഹം എത്ര വലിയ സ്നേഹമാണ്! How deep is the love of Jesus Christ? പിലാത്തോസിന്റെ അരമനയിൽ നിന്ന് കർത്താവ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. Jesus came out of Pilate's പടയാളികൾ അവനെ ആനയിച്ചുകൊണ്ട് ഗോൽഗോഥാ മലമുകളിലേക്ക് പോകുന്നു. And the soldiers led him to Golgotha. 100 കിലോ ഭാരം മിനിമം വരുന്ന ക്രൂശ് എടുത്ത് അവന്റെ തോളിലേക്ക് വെച്ചു. They placed a big cross on his shoulders. അവൻ ഒരിക്കലും ചുമക്കാനാതെ കഴിയാതെ പലവട്ടം അവൻ താഴെ വീഴാൻ തുടങ്ങി. Jesus Christ could not carry the weight. He fell down several times. അവന്റെ വിലാപ്പുറത്തെ മുറിവുകളിൽ നിന്ന് പച്ചമാംസ കഷ്ണങ്ങൾ താഴെ വീണ് ഉരുളുവാനായി തുടങ്ങി. And fresh flesh came out of his body. രക്തം ധാരധാരയായി അവന്റെ Blood started, running like a river. ആ യേശുവിനെ പച്ചമര കുരിശുമായി ചേർത്തവരാണി അടിച്ചു. And they put him on the cross and nailed him to that cross. ആ കുരിശ് അവരെടുത്ത് ആഴത്തിലുള്ള കുഴിയിലേക്ക് എറിയുമ്പോൾ And അവന്റെ വിലാപ്പുറം എല്ലുകളെല്ലാം നുറുങ്ങുവാൻ തുടങ്ങി. as they were throwing that cross to the deep pit, all the bones of his body were shook. നന്ദി പറയാൻ എത്ര പ്രിയപ്പെട്ടവർക്ക് ഇന്ന് പകല് കഴിയും. Would you thank God for the cross? Just remember his death of Calvary. അവരുടെ ക്രൂശിലെ മരണത്തെ ഇന്ന് പകൽ ഓർക്കാൻ എത്ര പ്രിയപ്പെട്ടവർ കഴിയും. Amen. How many of you can remember the cross of Calvary? മാനുവേൽ താൻ ചങ്കതിൽ നിന്നൊഴുകും രക്തോ ഇമ്മാനുവേൽ താൻ ചങ്കതിൽ നിന്നൊഴുകും രക്തോ പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർത്താരാരു പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർത്താരാരു. വിശ്വസിക്കുന്ന ചേർന്ന് പറഞ്ഞേ, ഓ എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ പേർക്കേശു ഞാൻ വിശ്വസിക്കുന്നു. മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നീക്കുമിക്ക യേശു രക്തം ചിന്തി. പാപമെന്നിൽ നിന്നു നീക്ക യേശു രക്തം ചീന്തി.